രാജ്യത്തിന്റെ 100 ടൺ സ്വർണം ഇന്ത്യയിൽ എത്തിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശത്തെ ലോക്കറുകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിന്റെ ഏകദേശം 4/1 ഭാഗമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. ലണ്ടനിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ലോക്കറിൽ ഉണ്ടായിരുന്ന സ്വർണമാണിത്. അവസാനമായി 1991-ലാണ് സെൻട്രൽ ബാങ്ക് ട്രഷറിയിൽ ഇത്രയും സ്കെയിലിൽ സ്വർണം ചേർത്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ലോജിസ്റ്റിക്കൽ കാരണങ്ങളാലും വൈവിധ്യമാർന്ന സംഭരണത്താലും അടുത്ത കുറച്ചു മാസങ്ങളിൽ സമാനമായ അളവിൽ ലോഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റോക്കിലേക്ക് ചേർക്കപ്പെട്ടേക്കാം. വിദേശത്തെ ലോക്കറുകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിന്റെ ഏകദേശം 4/1 ഭാഗമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ സ്വർണം ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മാർച്ച് അവസാനത്തോടെ RBIയുടെ കൈവശം 822.1 ടൺ സ്വർണം കരുതൽ ശേഖരത്തിലുണ്ടായിരുന്നു. അതിൽ 413.8 ടൺ വിദേശത്താണ്. 100.3 ടൺ സ്വർണം മാത്രമാണ് ഇന്ത്യയിലെ ലോക്കറുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പല വിദേശ രാജ്യങ്ങളും തങ്ങളുടെ സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും വിദേശത്തുള്ള സ്വർണത്തിന്റെ നല്ലൊരു പങ്ക് സൂക്ഷിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്നതിൽ നിന്ന് 100 ടൺ സ്വർണവുമാണ് ഇന്ത്യയിൽ എത്തിക്കുന്നത്. മാർച്ച് മാസമാണ് ലണ്ടനിൽ നിന്ന് സ്വർണം ഇന്ത്യയിൽ എത്തിച്ചത്. മാസങ്ങളോളം നീണ്ടുനിന്ന പ്ലാനിംഗ് ആണ് സ്വർണം എത്തിക്കുന്നതിന് മുന്നോടിയായി നടന്നത്. ധനകാര്യ മന്ത്രാലയം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സർക്കാരിന്റെ വിവിധ ഏജൻസികൾ എന്നിവ സംയുക്തമായി പ്രവർത്തിച്ചാണ് സ്വർണം എത്തിച്ചത്. പ്രത്യേക വിമാനത്തിൽ കനത്ത സുരക്ഷയിൽ എത്തിച്ച സ്വർണം മുംബൈയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ ഓഫീസ് കെട്ടിടത്തിലെ ലോക്കറിലും നാഗ്പൂരിലുമാണ് സൂക്ഷിക്കുന്നത്. RBIയുടെ സ്വർണ്ണശേഖരണത്തിന്റെ പകുതിയിലേറെയും വിദേശത്ത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ബാങ്ക് ഓഫ് ഇന്റർനാഷണൽ സെറ്റിൽമെന്റിന്റെയും സുരക്ഷിത കസ്റ്റഡിയിലാണ്. അതിന്റെ 1/3 ആഭ്യന്തരമായി സൂക്ഷിക്കുന്നു. സമീപ വർഷങ്ങളിൽ സെൻട്രൽ ബാങ്കുകൾ ലോകമെമ്പാടും സ്വർണം വാങ്ങി ആഗോളതലത്തിൽ സെൻട്രൽ ബാങ്കുകൾ സ്വർണത്തിൽ സൂക്ഷിച്ചിരുന്ന കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുകയാണ്. ഇത് പലപ്പോഴും കറൻസി ചാഞ്ചാട്ടത്തിനും ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകൾക്കും എതിരായി കണക്കാക്കപ്പെടുന്നു. 2009 UPA സർക്കാരിന്റെ കാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യ അതിന്റെ ആസ്തികൾ വൈവിധ്യവൽക്കരിക്കുന്നതിനായി $6.7 ബില്യൺ വിലമതിക്കുന്ന 200 ടൺ സ്വർണം വാങ്ങി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി റിസർവ് ബാങ്ക് വാങ്ങലിലൂടെ സ്വർണം സ്റ്റോക്കുകളിൽ സ്ഥിരമായി വർധനവ് ഉണ്ടായിട്ടുണ്ട്. പണപ്പെരുപ്പത്തിനും വിദേശ കറൻസി അപകട സാധ്യതകൾക്കും എതിരായി സംരക്ഷണം എന്ന നിലയിൽ സ്വർണം കരുതൽ ശേഖരത്തിൽ സൂക്ഷിക്കുക എന്ന കേന്ദ്ര ബാങ്കിന്റെ ലക്ഷ്യം പ്രധാനമായും അതിന്റെ വിദേശ കറൻസി ആസ്തികളുടെ അടിത്തറ വൈവിധ്യവൽക്കരിക്കുക എന്നതാണ്. 2017 ഡിസംബർ മുതലാണ് RBI വിപണിയിൽ നിന്ന് സ്ഥിരമായി സ്വർണം ശേഖരിക്കാൻ തുടങ്ങിയത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് നൽകുന്ന സ്റ്റോറേജ് ചെലവ് ലാഭിക്കാനും ഈ നീക്കം RBI സഹായിക്കും. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി നേരിടാൻ ചന്ദ്രശേഖർ സർക്കാർ ലോഹം പണയം വെച്ചു. 1991 ജൂലൈ 4-നും 18-നും ഇടയിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ബാങ്ക് ഓഫ് ജപ്പാനിലും $400 ബില്യൺ സമാഹരിക്കാൻ RBI 46.91 ടൺ സ്വർണം പണയം വെച്ചു. രാജ്യത്തിന്റെ മൊത്തം വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ നിർമ്മാണത്തിന്റെ വിഹിതം 2023 ഡിസംബർ അവസാനത്തോടെ 7.75% നിന്ന് 2024 ഏപ്രിൽ അവസാനത്തോടെ ഏകദേശം 8.7% ഉയർന്നു. രാജ്യത്തിനകത്ത് മുംബൈയിലെ മിന്റ് റോഡിലെയും നാഗ്പൂരിലെയും RBIയുടെ കെട്ടിടത്തിൽ നിലവറകളിലാണ് സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത്. വേൾഡ് ഗോൾഡ് കൌൺസിൽ റിപ്പോർട്ട് അനുസരിച്ച് ആഗോള സെൻട്രൽ ബാങ്കുകൾ ഇതുവരെ ഖനനം ചെയ്ത സ്വർണത്തിന്റെ 17% സ്വന്തമാക്കി. 2023 വർഷാവസാനം വരെ കരുതൽ ശേഖരണം 36,699 മെട്രിക് ടണ്ണായി ഉയർന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.